മലയാളികൾക്ക് എന്നും പ്രിയ താരമാണ് അഭിരാമി സുരേഷ്. ബാലതാരമായി അഭിനയരംഗത്തേക്കും പിന്നീട് ഗായികയായും ബിഗ് ബോസ് താരമായും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞ സാന്നിധ്യം തന്നെയാണ് അഭിരാമിയും അമൃതയും. അമൃതയാണ് കൂടുതൽ പരിചയമെങ്കിലും അമൃതയുടെ അനിയത്തി എന്ന ലേബലിലാണ് അഭിരാമി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇടയ്ക്ക് താൻ വലിയ രീതിയിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട് പറ്റിക്കപ്പെട്ടെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അഭിരാമി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് തന്നെ സ്വന്തം ചേച്ചിക്ക് വേണ്ടി ഉറച്ച നിലപാടുകൾ എടുക്കുകയും സ്വന്തം ചേച്ചിക്ക് വേണ്ടി എവിടെയും തുറന്ന് സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളുകൂടിയായിരുന്നു അഭിരാമി സുരേഷ്. എല്ലാ കാര്യങ്ങളിലും തന്റേതായ അഭിപ്രായങ്ങൾ പറയാൻ താരം ശ്രമിക്കാറുണ്ട്. സഹോദരി അമൃത സുരേഷിനെതിരെ വരുന്ന മിക്ക ആരോപണങ്ങൾക്കും അഭിരാമി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരാറുമുണ്ട്. താരം പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. നമുക്കൊരാളിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ ആയാൽ അമൃത ചേച്ചിയിൽ നിന്ന് എന്തെടുക്കും എന്ന ചോദ്യത്തിനാണ് അമൃതയുടെ ചേച്ചിയുടെ വിൽ പവർ എടുക്കുമെന്ന് താരം പറഞ്ഞത്. അതുമാത്രമല്ല, ഒന്നിലും തകർക്കാനാകാത്ത ആ മനക്കെട്ടി തന്നെ താൻ ഇങ്ങെടുക്കുമെന്നാണ് അഭിരാമി പറയുന്നത്. ഞാനൊരു പോയിന്റ് കഴിയുമ്പോൾ ഗിവ് അപ്പ് ചെയ്യുമെന്നും അഭിരാമി പറയുന്നുണ്ട്. പക്ഷെ തന്റെ ചേച്ചി ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് അഭിരാമി പറയുന്നത്. ബാലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ബാലചേട്ടനിൽ നിന്നും ഒന്നും എടുക്കാൻ താല്പര്യമില്ലെന്ന് അഭിരാമി പറഞ്ഞു വെക്കുന്നുണ്ട്. ബാലചേട്ടന്റെ ഒന്നും തനിക്ക് വേണ്ട എന്നാണ് അഭിരാമി പറയുന്നത്. നിരവധി തവണ തുറന്നു പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയാണ് അഭിരാമി സുരേഷ്. തന്റെ ചേച്ചിക്ക് വേണ്ടിയാണെങ്കിലും കുടുംബത്തിനു വേണ്ടിയാണെങ്കിലും എപ്പോഴും തന്റെ ചേച്ചിയുടെ മകൾ പാപ്പുവിനു വേണ്ടിയാണെങ്കിലും എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് അഭിരാമി സുരേഷ്. ഇടയ്ക്ക് ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് താൻ ഒരുപാട് വിശ്വസിച്ച ഒരാൾ തന്നെ പറ്റിച്ചു എന്ന് അഭിരാമി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെക്കുറിച്ചും അഭിരാമി പങ്കുവച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായി 14 വർഷത്തോളം തങ്ങൾ നേരിട്ട ഒരു വലിയ സൈബർ ബുള്ളിങ്ങിന് ആശ്വാസമായി എന്ന് പറഞ്ഞ് കുറച്ചു നാളുകൾക്ക് മുൻപ് അഭിരാമിയും അമൃതയും തുറന്ന് സംസാരിച്ചു. ഇവരുടെ മകൾ പാപ്പു തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. തങ്ങളും തങ്ങളുടെ കുടുംബവും, അതായത് ആൺതുണയില്ലാത്തൊരു കുടുംബമാണ് അമൃത സുരേഷിന്റേത് എന്ന് വേണമെങ്കിൽ പറയാം. ആകെ ഉണ്ടായിരുന്നത് അച്ഛനാണ്. അച്ഛനും മരണപ്പെട്ടു. ഗോപി സുന്ദറിന്റെ കൂടെ വിവാഹം കഴിച്ചു പോകുമ്പോൾ അമൃത സുരേഷിനും കുടുംബത്തിനും വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ അത് തങ്ങൾക്ക് പറ്റില്ല എന്ന് മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായതോടെ അമൃത സുരേഷ് ആ ബന്ധത്തിൽ നിന്നും പിന്മാറി. എന്നാൽ ഇപ്പോൾ ബാല തന്റെ രണ്ടാം ഭാര്യയുമായി, അതായത് കോകിലയുമായി വിവാഹ ജീവിതത്തിലാണ്. രണ്ടാം ഭാര്യയല്ല, മൂന്നാം ഭാര്യയുമായിട്ടാണ് ഇപ്പോൾ ബാല ഒന്നിച്ചു കഴിയുന്നത്. താൻ ഭയങ്കരമായ സന്തോഷത്തിലാണെന്നും എന്നാൽ തനിക്കെതിരെ പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും 10 വർഷമായി താൻ അനുഭവിക്കുകയാണെന്നും താൻ ഇനി പ്രതികരിക്കുമെന്നും എന്നാൽ പേര് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ബാല രംഗത്ത് വരാറുണ്ട്. എന്നാൽ അഭിരാമി സുരേഷ് അങ്ങനെയല്ല. പലപ്പോഴും തനിക്കെതിരെ വരുന്ന അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് നേരെ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും അഭിരാമി പ്രതികരിക്കാറുണ്ട്. അമൃതയും അഭിരാമിയും സത്യം പറഞ്ഞാൽ ചേച്ചി അനിയത്തി എന്നതിലുപരി കൂട്ടുകാരെ പോലെയാണ്. അമൃതയുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒപ്പം നിന്ന ഒരാളുകൂടിയാണ് അഭിരാമി. ഇപ്പോൾ ബാല മറ്റൊരു ജീവിതം നയിക്കുമ്പോഴും ബാലയുടെയും അമൃതയുടെയും കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ അഭിരാമി നോക്കുന്നുമുണ്ട്.